ഈ പൂജാരിയായിട്ടുള്ള രാജസേനൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് വിഗ്രഹത്തിലേക്ക് ലയിക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു, അങ്ങനെ സമാധിയായി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. മരണം സ്ഥിരീകരിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാവോ? ഈ മരണത്തിൻ്റെ ഉത്തരവാദി ആരാണെന്നറിയാവോ? സ്റ്റേറ്റാണ് യഥാർത്ഥത്തിൽ നമ്മളോട് മറുപടി പറയേണ്ടത്. സ്റ്റേറ്റാണ് മറുപടി പറയേണ്ടത് നമ്മുടെ നിയമപ്രകാരം. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണം ആത്മഹത്യയാണോ, അത് കൊലപാതകമാണോ, അത് സ്വാഭാവിക മരണമാണോ എന്നുള്ള കാര്യം പറയേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഭാര്യയും മക്കളും കൂടി ചേർന്നിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് എവിടെയും സാധ്യമല്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരാൾ മരിച്ചാൽ, അല്ലെങ്കിൽ റോഡിൽ ഒരാൾ മരിച്ചാൽ, ആശുപത്രിയിൽ ഒരാൾ മരിച്ചാൽ അത് സ്ഥിരീകരിക്കണം. മരണം സ്ഥിരീകരിക്കുക എന്നുള്ളതാണല്ലോ പ്രാഥമികമായ കാര്യം. അതൊരു ഡോക്ടർ നിർവഹിക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ മരണം എന്ത് സ്ഥിരീകരിക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഈ സമാധിയിൽ സത്യം അറിയേണ്ടതുണ്ട്. ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചത്, അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, അത് മറിച്ച് ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ കാര്യം അറിയാൻ നമുക്ക് ബാധ്യതയുണ്ട്